കേരളത്തിന്റെ മുഖ്യമന്ത്രി ധർമ്മടത്തെ LDF സ്ഥാനാർത്ഥി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താനായി ധർമ്മടത്തെ അദ്ദേഹത്തിൻ്റെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. RC അമല സ്കൂളിലെ ഒരുക്കിയിരിക്കുന്ന പോളിംഗ് ബൂത്തിലേക്കാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും മകളും ഒക്കെ എത്തുന്നത്. ഒപ്പം കണ്ണൂരിലെ CPIM നേതാക്കൾ, CPI നേതാക്കൾ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കുട്ടൻ പറഞ്ഞതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇതുതന്നെയാണ്. വീട്ടിൽ നിന്ന് അവിടേക്ക് നടന്നു വരുന്നു, പോളിംഗ് ബൂത്തിലേക്ക് വന്ന് വോട്ട് രേഖപ്പെടുത്തി. സ്വാഭാവികമായും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാനിടയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ. ഈ തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? കാരണം 3 ആഴ്ച നടന്ന വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം, പരസ്യപ്രചാരണത്തിൽ ഏറ്റവും കൃത്യതയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കം മുതൽ അതിൻ്റെ പൂർണ്ണതയിൽ അവസാനം വരെ എത്തിച്ച നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളത് കൂടിയുണ്ട്. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു, മാർച്ച് 23-ന് ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ ജില്ലാ പര്യടനം അത് പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിച്ചു. അവിടെ നിന്ന് അദ്ദേഹം നേരെ ഇടുക്കിയിലേക്ക് പോയി, ഇടുക്കിയിൽ നിന്ന് കോട്ടയം, അങ്ങനെ എറണാകുളം, അങ്ങനെ ഓരോ ജില്ലയിലും എല്ലാ ജില്ലകളിലും 3, 4, 5 പരിപാടികളായിരുന്നു ഓരോ ദിവസവും ഉണ്ടായിരുന്നത്. ഈ നിയോജക മണ്ഡലങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് അദ്ദേഹം എത്തിയിരുന്നു. എല്ലായിടങ്ങളിലും അദ്ദേഹത്തെ കാണാനും കേൾക്കാനുമായി വലിയ ഒരു ജനപ്രവാഹം തന്നെയായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യം പ്ലാനോടെ തുടക്കം മുതൽ ഒരു ദിവസം അദ്ദേഹം ഒരു ജില്ലയിൽ ചെലവഴിച്ച് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പൂർണ്ണമായും എത്തി. അങ്ങനെ ആണ് അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി വോട്ട് സ്ലിപ്പും ഒക്കെ വാങ്ങി. അദ്ദേഹവും ജീവിത പങ്കാളി കമല ടീച്ചറുണ്ട്, മകൾ വീണയുണ്ട്, മകനുണ്ട്, എല്ലാവരും ചേർന്ന് ആണ് കുടുംബസമേതം അവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്താനായി പോവുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടർഭരണത്തിലൂടെ കേരളത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ച മനുഷ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താനായി ധർമ്മടത്തെ RC അമല സ്കൂളിലേക്ക് എത്തുകയാണ്. ആ കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതും മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണം ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുന്നു. കേരളം ഇന്നേ വരെ കാണാത്ത വിധം ഒരു തുടർഭരണം എന്നത് എത്ര വലിയ സാധ്യതയാണ്. കാരണം കേരളത്തിന് വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് രൂപപ്പെടുത്തിയെടുക്കുക, അത് കൃത്യസമയത്ത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നില്ല, സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് എത്ര വലിയ കാര്യങ്ങളാണ്. നോക്കൂ, കഴിഞ്ഞൊരു 10 വർഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് മനുഷ്യാന്തസ്സോടെ വയോജനങ്ങൾക്ക്, 60 വയസ്സ് കഴിഞ്ഞവർക്ക്, 62 ലക്ഷം മനുഷ്യർക്ക് 10 വർഷം അത് തുടർച്ചയായി കൊടുക്കുക. ആ ഇടയ്ക്കുണ്ടായ കുടിശ്ശികകൾ പോലും അതിൻ്റെ കൃത്യമായ കാരണങ്ങളുണ്ട്. അത് കേന്ദ്ര സർക്കാർ കേരളം പോലൊരു സംസ്ഥാനത്തെ എങ്ങനെയാണ് സമീപിച്ചത്, സാമ്പത്തികമായി ഞെരുക്കിയത്, അതെല്ലാം ആ പെൻഷനെ അടക്കം ബാധിച്ചിട്ടും ആ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ച് മുന്നോട്ട് പോയി കൈമലർത്തുകയല്ല ചെയ്തത്. പകരം കൊടുത്തു തീർക്കും എന്ന വാക്ക് ഈ ഭരണകാലയളവിൽ തന്നെ പാലിച്ച് പെൻഷനും വർദ്ധിപ്പിച്ച് 2000 രൂപയിൽ എത്തിച്ച പെൻഷൻ UDF ഭരണകാലത്ത് ഞാൻ ഓർക്കുന്നത് AK ആൻ്റണി ഭരിക്കുമ്പോൾ 28 മാസമാണ്. ഇന്ന് 2000 രൂപയാണ്. അന്ന് വളരെ തുച്ഛമായ രൂപയാണ്. എന്നിട്ടും അത് 28 മാസമായിരുന്നു AK ആൻ്റണി 2001, 2006 കാലയളവിൽ ആ UDFൻ്റെ കാലത്ത് കുടിശ്ശികയുണ്ടായിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അത് 18 മാസമായിരുന്നു. അന്ന് ഈ രൂപത്തിലൊന്നും ആയിരുന്നില്ല. പല തലങ്ങളിലായിരുന്നു, പല തോതിലായിരുന്നു. 200 രൂപയും 300 രൂപയും ഒക്കെയായി പല തോതിൽ നിന്നിരുന്ന, പല പേരുകളിൽ കിടന്നിരുന്ന ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്, അതുതന്നെ പല പെൻഷനുകളും അതിൽ 18 മാസം കുടിശ്ശികയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലം. ഇതിനിടയിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നു. പോളിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ RC അമല സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നു. അങ്ങനെ ക്ഷേമ പെൻഷനൊക്കെ വർദ്ധിപ്പിച്ച്, ജനങ്ങളോട് പറഞ്ഞതുപോലെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ അത് 3000 രൂപയാക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2000 ആണ്. അപ്പോൾ അത് കൃത്യതയോടെ കൊടുത്ത്, അതും വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനവും അതിനകത്തുണ്ടാക്കി. അതിലൊന്നും ഒരു പിഴവും സംഭവിക്കാതെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന, അത് അവരുടെ അവകാശമാക്കി മാറ്റി, ഒരാൾക്കും അതിൽ നിന്ന് ഇനി പിന്തിരിയാൻ കഴിയാത്ത വണ്ണം ഇതൊക്കെ കേരളത്തിൻ്റെ പതിവാക്കി മാറ്റിയ മുഖ്യമന്ത്രി എന്ന വലിയ സവിശേഷതയുണ്ട്. ആ ഭരണപരമായ മികവ് നിശ്ചയമായും വാർത്താ മാധ്യമങ്ങൾ ജനങ്ങളോട് പോയി, വോട്ടർമാരോട് പോയി ചോദിച്ചു
ചോദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതിൽ അതെല്ലാം തെളിയുന്നുണ്ട്. അഴിമതിരഹിതമായ ഭരണം എന്ന് പറയുന്ന ഒരു കാര്യം, രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ അഴിമതി റേറ്റിംഗിൽ ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള സംസ്ഥാനമായി കേരളം നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ചു പോയ രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയൊക്കെ ആ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുണ്ട്. ഏറ്റവും പിന്നിലാണ്. ഒരു മന്ത്രിക്കെതിരെയും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിന് ഒരു അഴിമതി ആരോപണം പോലും എഴുതി കൊടുത്ത് നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കാനേ കഴിഞ്ഞിട്ടില്ല എന്ന അപൂർവമായ ബഹുമതി ഈ സർക്കാരിന് അവകാശപ്പെട്ടതാണ്. ഒരു അവിശ്വാസ പ്രമേയം പോലും പ്രതിപക്ഷം കൊണ്ടുവരാത്ത സർക്കാർ എന്ന ബഹുമതി 2ാം പിണറായി സർക്കാരിന് അവകാശപ്പെട്ടതാണ്.